ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റെഡ്മിയുടെ അല്ലെങ്കിൽ ഷവോമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ അതുപോലെ തന്നെ ഷവോമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി A3 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇത് ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.7 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒന്നും വരുന്നില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7700 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13C 4G എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 128 GB ഇന്റർണലൊക്കെ ബേസ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം 700 രൂപയും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതായിരിക്കും. അതല്ല 9000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണ് എന്നുണ്ടെങ്കിൽ റെഡ്മി 12 4G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 10,000 രൂപയ്ക്ക് മുകളിലൊക്കെ നിങ്ങൾക്ക് 5G ഫോണുകൾ തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ റെഡ്മി 12 4G കൊടുത്തിട്ടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 12,850 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പം അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 12,850 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 15,700 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 5G എന്ന ഫോണും കൺസിഡർ ചെയ്യാം. ഇതിൽ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. മീഡിയാടെക് ഡിമെൻസിറ്റി 6080 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 7 5G ബാൻഡ്സ് തന്നെയാണ് വരുന്നത്. 108+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 15,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 21,500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതിലോട്ട് വരുമ്പോൾ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 21,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 27,700 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 Pro Plus എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 7200 അൾട്രാ എന്നുള്ള പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. 10 5G ബാൻഡ്സ് തന്നെയാണ് വരുന്നത്. 27,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 43,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഷോമി 14CV എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.55 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡ്യുവൽ പഞ്ചോള കൊടുത്തിട്ടുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ തന്നെ ഇതിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്.
50+50+, 12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32+32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഫ്രണ്ടിലും വരുന്നുണ്ട്. പിന്നെ 4200 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 43,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 14 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. 6.36 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4610 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 14 Ultra എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇതിൽ 6.73 ഇഞ്ചിന്റെ 2K AMOLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ട്. 50+50+50+50 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 80 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ റെഡ്മിയുടെ അതുപോലെ തന്നെ ഷോമിയുടെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനിതിന് ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഏത് ഫോണായിരിക്കും സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.